ഡോക്ടർ എം എൻ കാരശ്ശേരി, ഇപ്പോൾ പേര് നോക്കി തിരിച്ചറിയുന്ന ഈ പുതിയ രീതിയെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? സ്മൃതി, നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ വളരെ വിവേകം കുറഞ്ഞ ഒരാളാണ് എന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. അത് ഈ ഒരു പ്രസ്താവന കൊണ്ട് മാത്രമല്ല. 2022 എൻ്റെ ഓർമ്മ, അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷുകാർ പറഞ്ഞു കേട്ടത് എഴുതിയെടുത്തുണ്ടാക്കിയ ഭരണഘടന എന്നാണ്, ഇന്ത്യൻ ഭരണഘടനയെ പറ്റി. അത് തൊട്ട് സത്യം ചെയ്ത ആളാണ്. അന്ന് അദ്ദേഹം കുറച്ച് കാലം മന്ത്രിസ്ഥാനമൊക്കെ പോയി അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ക്രിസ്ത്യൻ പാതിരിമാർക്ക് ഒരു ക്രിസ്മസ് വിരുന്ന് കൊടുത്തു, അതിൽ പങ്കെടുത്തത് വലിയ ആക്ഷേപാർഹമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വൈദികന്മാരെ മുഴുവൻ നിന്നിച്ചിട്ട് പറഞ്ഞു അവർ കേക്കും വീഞ്ഞും മോഹിച്ചു പോയവരാണ്. വേറൊരിക്കൽ ആൾക്കാർ മറന്നുപോയി, ഞാനത് മറന്നിട്ടില്ല. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നമുക്ക് എന്തിനാണ് കൃഷി? കേരളത്തിന് കൃഷി ആവശ്യമില്ല, നമുക്ക് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയാൽ പോരെ. അദ്ദേഹം കൾച്ചറിന്റെ മിനിസ്റ്ററാണ്. അഗ്രികൾച്ചർ ഉണ്ടായിട്ടാണ് കൾച്ചർ ഉണ്ടാകുന്നത് അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ അതേ ഈ തരത്തിൽ അദ്ദേഹം എപ്പോ എങ്ങനെ എന്ത് സംസാരിച്ചാലും അതിൽ വിവേകം കുറഞ്ഞിരിക്കും. ഇപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാൽ വളരെ അപകടമാണ്. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ജയേന്ദ്രനോട് ഞാൻ ഒരു വാക്ക് പറയട്ടെ. BJPയെയും മുസ്ലിം ലീഗിനെയും അദ്ദേഹം ഒരേ മട്ടിലാണ് കാണുന്നത്. പാരലായിട്ട് സമാന്തരമായിട്ടാണ് സജി ചെറിയാൻ കാണുന്നത്. BJP എന്ന് പറയുന്നത് ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. മുസ്ലിം ലീഗ് ആണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനം എന്നുള്ളത് ഒരിക്കലും അവരുടെ ലക്ഷ്യമോ അവരുടെ പ്രവർത്തന പദ്ധതിയോ ഒന്നും ആയിരുന്നില്ല. അവര് ഒരു ജനാധിപത്യത്തിൽ, മതേതരമായ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന കൂട്ടരാണ്. അവർക്ക് പിന്നോക്കക്കാരും ന്യൂനപക്ഷക്കാരുമായ ഒരു സമുദായത്തിന്റെ പാർട്ടിയാണ്. അവർക്ക് അവരുടെ അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ പറയും, CH മഹോദയ ഒരിക്കൽ എന്നോട് പറഞ്ഞ ഒരു വാക്ക് എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്, മുസ്ലിങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം എന്ന് ഒരിക്കലും ഞങ്ങൾ പറയില്ല. ഞങ്ങൾ മുസ്ലിങ്ങളായി പോയതിന്റെ പേരിൽ ഞങ്ങളുടെ ന്യൂനപക്ഷക്കാരും പിന്നോക്കക്കാരുമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് നിലപാടുള്ളൂ എന്ന് CH പറഞ്ഞിരുന്നു. അപ്പോ ഇത് ഒന്നിച്ചത് കാണരുത്, അങ്ങനെ പറയരുത്. മാത്രമല്ല, ഇപ്പൊ നേരത്തെ സ്മൃതി പറഞ്ഞ മാതിരി ഇടതുപക്ഷത്തുനിന്ന് ലീഗനെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ഇവർ പല പണിയെടുത്ത് അവർ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 67 ലീഗനെ കൂട്ടി ഭരണം ഉണ്ടാക്കിയത് EMS നമ്പൂതിരിപ്പാടിന്റെ സപ്തമുന്നണിയാണല്ലോ. അപ്പോ ഇപ്പൊ നടക്കുന്നത് വെള്ളാപ്പള്ളി പണിയെടുക്കുന്നത് മുഴുവൻ BJPക്ക് വേണ്ടിയാണ്. അതേ പണി തന്നെയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ മുൻ മന്ത്രി ശ്രീ AK ബാലൻ എടുക്കുന്നത്. അതേ എന്തൊക്കെയാണ് പറഞ്ഞത് ഇപ്പോ ശ്രീ സജി ചെറിയാനും എടുക്കുന്ന അതേ പണിയാണ്. ഇപ്പോൾ വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്നത് NSS SNDP സൗഹൃദം എന്നുള്ള എന്തോ പുതിയ കാര്യമായിട്ട് 1903 SNDP ഉണ്ടായത്. 11 കൊല്ലം കഴിഞ്ഞിട്ടാണ് NSS ഉണ്ടായത്. സ്വാതന്ത്ര്യ ലാഭത്തിന്റെ കാലം വരെ അവർ അനവധി കാര്യങ്ങൾ ഒന്നിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. മന്നത്ത് പത്മനാഭൻ എപ്പോഴും അദ്ദേഹത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനം SNDPയോട് യോജിച്ചാണ്. ഞാൻ ഉദാഹരണം പറയാം. 24-25 കാലത്ത് വൈക്കം സത്യാഗ്രഹ കാലത്ത്, അല്ലെങ്കിൽ 31-32 കാലത്ത് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്തൊക്കെ SNDPയും NSS ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ക്ഷേത്രപ്രവേശനം കൊടുക്കണം എന്ന് പറഞ്ഞ് സവർണ ജാഥ നയിച്ച ആളുടെ പേര് മന്നത്ത് പത്മനാഭൻ എന്നാണ്. 1946 കാലത്ത് തിരുവിതാംകൂറിൽ സർ CPയുടെ ദുർഭരണത്തിനെതിരായിട്ട് ഒന്നിച്ചാണ് SNDPയും NSSും സമരം ചെയ്യുന്നത്. മാത്രമല്ല, ഈ NSSന്റെ പ്രധാനപ്പെട്ട നേതാവ് എന്നും മന്നമാണല്ലോ. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. 64 മാത്രമാണ് അദ്ദേഹം കേരള കോൺഗ്രസ് ഉണ്ടാക്കുന്ന സമയത്താണ് അദ്ദേഹം കോൺഗ്രസിന് പിരിയുന്നത്. അതിനു മുമ്പ് വിമോചന സമരകാലത്തെ നേതാവ് എന്ന് പറയുന്ന ആരാണ്? മന്നമാണ്. പിന്നെ SNDPയുടെ നേതാക്കന്മാരൊക്കെ, പ്രധാനപ്പെട്ട പഴയകാല നേതാക്കന്മാരൊക്കെ കോൺഗ്രസ്സുകാരാണ്. അതിലിപ്പോ TK മാധവനാണെങ്കിലും സഹോദരൻ അയ്യപ്പനാണെങ്കിലും C കേശവനാണെങ്കിലും R ശങ്കറാണെങ്കിലും ഒക്കെ. R ശങ്കർ 10 കൊല്ലം SNDPയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് 62-64 കാലത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ട് കേരളം ഭരിച്ചത്. അപ്പോ ഇവരൊക്കെ ഒന്നിച്ചുണ്ടായിരുന്ന ആളുകളാണ്, പല കാര്യങ്ങളിൽ ഒന്നിച്ചവരാണ്. അതൊക്കെ പുതിയ എന്തോ കാര്യമാണ്, നായർ ഈഴവ സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ എനിക്ക് വളരെ തമാശ തോന്നുകയാണ്. കാരണം സമാന്തരമായി പ്രവർത്തിക്കുമ്പോൾ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ഒന്നിച്ച് പ്രവർത്തിച്ച കൂട്ടരാണ്. പിന്നീട് ഇപ്പോ അത്തരം ചരിത്രങ്ങളൊക്കെ ഓർമ്മയില്ലാത്തവരോ അത്തരം പരിഷ്കരണ ദൗത്യങ്ങളോ നവോത്ഥാന ദൗത്യങ്ങളോ ഏറ്റെടുക്കാൻ പ്രാപ്തിയില്ലാത്തവരായ ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ രണ്ട് സംഘടനയും
നിർഭാഗ്യവശാൽ ഇപ്പൊ പ്രവർത്തിക്കുന്നത്. BJPയെ പിന്തുണയ്ക്കുക എന്നുള്ളത്, കാരണം SNDPക്ക് എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ അതെന്നും കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. ഈ അടുത്ത കാലത്ത് അത് മാറിയിട്ട് SNDPയിലും NSSലൊക്കെ മാറ്റമുണ്ട്. SNDPയിൽ വലിയ ശതമാനം. അപ്പോ NSSന്റെ പ്രധാനപ്പെട്ട നേതാവ് മന്നത്തിന്റെ ഒറ്റവാക്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ അദ്ദേഹം എന്നും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്നു. അതുകൊണ്ടാണ് വിമോചന സമരകാലത്ത് അദ്ദേഹം അതിന്റെ നായകനായത്. അന്നത്തെ ഒരു മുദ്രാവാക്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മന്നം പട്ടം ശങ്കർ ചാക്കോ ബാഫയ്ക്ക് തങ്ങൾ സിന്ദാബാദ്. മന്നം, അത് കഴിഞ്ഞ് പിന്നെ പട്ടം എന്നാണുള്ള ശങ്കർ, ആർ ശങ്കറാണ്. കോൺഗ്രസിന്റെ നേതാവാണ്, SNDPയുടെ നേതാവാണ്. വിമോചന സമരം നടക്കുമ്പോ SNDPയുടെ സെക്രട്ടറി ആർ ശങ്കറാണ്. അപ്പോ ഇവർ ഒന്നിച്ചായിരുന്നു പല കാര്യങ്ങളിലും. ഇപ്പോ പല കാര്യങ്ങൾ മാറി. വെള്ളാപ്പള്ളി നടേശന് ഇപ്പൊ വേണ്ടത് എന്താണ്? അദ്ദേഹത്തിന്റെ മകൻ നേതാവായിട്ടുള്ള BDJS ഉൾപ്പെട്ട NDAക്ക് ഒരു മേൽക്കൈ കിട്ടണം. അപ്പൊ ഇവിടെ സമുദായ ധ്രുവീകരണം ഉണ്ടാക്കി, സാമുദായികമായ ചേരിതിരുണ്ടാക്കി BJPയുടെ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ ദൗത്യം. അത് വളരെ വ്യക്തമാണ്. അദ്ദേഹം മുസ്ലിം ലീഗിനെ വിമർശിക്കുന്ന എനിക്ക് ഒന്നും പറയാനില്ല, അതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാണ്. നേരെ മറിച്ച് അദ്ദേഹം വിമർശിക്കുന്ന ആരെയാണ്? അദ്ദേഹം പറയാണ് മലപ്പുറം ജില്ലയിൽ ഈഴവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അതിന് മറുപടി പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ അല്ല മുസ്ലിം ലീഗരല്ല. അതിന് മറുപടി പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. എന്താ കാരണം? ഇവിടെ ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന് പേടി കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് കാണിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയാണ് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ പേടിച്ചാണ് ജീവിക്കുന്നത്. അതിനും മറുപടി വരേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. ഇങ്ങനെ ഇപ്പൊ ക്രിസ്ത്യാനികൾ അദ്ദേഹം എന്തൊക്കെയാ ആക്ഷേപിച്ചത്? അദ്ദേഹം പറഞ്ഞില്ലേ, ഇവിടുത്തെ ക്രിസ്ത്യൻ ചർച്ചുകളിൽ വിദേശ പണം കുന്നുകൂടുകയാണ്, കണക്കല്ലാത്ത പണം വരുന്നുണ്ട്. വേറൊരിക്കൽ പറയാണ് പണം കൊടുത്ത ആളുകളെ മതം മാറ്റുന്നുണ്ട് ക്രിസ്ത്യാനികൾ. അതൊക്കെ ക്രിമിനൽ കുറ്റമാണ്. ഒന്നുകിൽ അതിന് മുഖ്യമന്ത്രി നടപടിയെടുക്കണം, അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ നിരന്തരം പുറപ്പെടുവിക്കുന്ന ഒരാളുടെ വിദ്വേഷ പ്രസംഗത്തിനായിട്ട് നടപടിയെടുക്കണം. അത്തരം നടപടികളൊന്നുമില്ല. അത് നിർത്തി. അപ്പോ കാരണം ഐക്യപ്പെടൽ നസ്രാണി പറയാണല്ലോ, ഇപ്പോൾ അതില്ല. ഇപ്പോൾ അവർക്കെതിരെ ഒന്നിക്കണം. നായാടി മുതൽ നസ്രാണി വരെ. അപ്പൊ ഇതിന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം എനിക്ക് മനസ്സിലായ എന്താന്ന് വിചാരിച്ചാല് മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ രണ്ടുപേർ ഇപ്പൊ അദ്ദേഹം എന്തൊക്കെ അസംബന്ധ പറയുന്നത്, NSS SNDP സൗഹൃദത്തെ കലക്കി കളഞ്ഞത് മുസ്ലിം ലീഗാണ്. അപ്പൊ മുസ്ലിം ലീഗിൽ ഇത്ര വലിയ സ്വാധീനമുണ്ടോ അദ്ദേഹത്തിന്റെ മുകളിൽ? അതൊക്കെ സംവരണമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. ആൾക്ക് ആലോചിച്ചാൽ അറിയാം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുക. അതിന്റെ ആവശ്യം ആർക്കാണ്? അത് BJPക്കാണ്. പിന്നെ വേറൊരു വലിയ തിരിപ്പ് അതിനകത്തുള്ള എന്താണെന്ന് വെച്ചാൽ VD സതീശനെ ഒറ്റപ്പെടുത്തുക. അത് പല താല്പര്യങ്ങളാണ്. അതും UDFനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ, K മുരളീധരനാണോ, K സുധാകരനാണോ മുഖ്യമന്ത്രി ആവേണ്ടെന്നൊരു ചർച്ച ഉണ്ടാക്കുക. എന്നിട്ട് VD സതീശൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അസംബന്ധമാണ്, അദ്ദേഹത്തിന് പാർട്ടിക്കകത്തോ പുറത്തോ മുന്നണിക്കകത്തോ യാതൊരു പിന്തുണയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക. അപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ മാതിരി വെള്ളാപ്പള്ളി നടേശന്റെയും സുകുമാരൻ നായരുടെയും ഈ സംയുക്തമായ നീക്കം എന്ന് പറയുന്നത് പ്രധാനമായും BJPയെ സഹായിക്കാനാണ്. ഹിന്ദു ഐക്യമാണല്ലോ വാസ്തവത്തിൽ വെള്ളാപ്പള്ളി പറയുന്നത്. അതിന്റെ നേട്ടം CPMനാണോ? CPMകാർ പറയട്ടെ. അത് ഹിന്ദു ഐക്യത്തെ പറ്റി പറയുന്ന ഒരാള് ആലോചിച്ച് നോക്കൂ. താൻ ഭക്തനാണ് എന്ന് തന്റെ മുമ്പിൽ വെച്ച് വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മിണ്ടിയില്ലല്ലോ. 2006 മത്തായി ചാക്കോ അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു, പറയുന്നത് പച്ചക്കള്ളാണെന്ന് പറഞ്ഞു. ഇതെന്താ മിണ്ടാത്തത്? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോ അത് സത്യമാണോ? അതേ അയ്യപ്പ ഭക്തനാണോ? ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച എന്തിനാണ്? അപ്പൊ ഇതൊക്കെ BJPയുടെ അജണ്ട തങ്ങൾ നടപ്പാക്കുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. പല കാര്യത്തിൽപ്പറ്റിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. പിന്നെ മിണ്ടുന്ന ആളുകൾ മുഴുവൻ അപകടമാണ് വരുത്തുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട അപകടം വരുത്തിയ ആള് AK ബാലനാണ്. അദ്ദേഹം വളരെ മുതിർന്ന നേതാവാണ്. പലവട്ടം MLA ആയി, 1-2 വട്ടം മന്ത്രിയായി. ഇപ്പോ CPMന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹം എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ജയിലിൽ പോയി അവിടുത്തെ ഖുർആൻ വായിക്കാൻ. എന്തൊക്കെ അസംബന്ധമായി പറയുന്നത്. അപ്പോ എന്താ സംസാരിക്കുന്നതെന്ന് ഇപ്പോ സജി ചെറിയാൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹം നേരത്തെ തന്നെ വളരെ വിവേകം കുറഞ്ഞ ഒരാളാണെന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഞാൻ അതിന്റെ ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. അത് എപ്പോഴും അങ്ങനെ ഒന്ന് പറയാ, എന്നിട്ട് പിന്നെ അത് തിരുത്തുമ്പോ ആ തെറ്റിനേക്കാൾ വലിയ അബദ്ധം പിന്നെ തിരുത്തിയിട്ട് പറയാ, അങ്ങനെയുള്ള ഒരാളാണ്. ഇതിന്റെ മുഴുവൻ പരിക്ക് ഏൽക്കുന്നത് കേരളീയ സമൂഹത്തിനാണ്.
ഞാനത് ആവർത്തിക്കുകയാണ്. ഇലക്ഷൻ വരും പോവും, ആരെങ്കിലുമൊക്കെ ജയിക്കും, ആരെങ്കിലുമൊക്കെ തോൽക്കും, ആർക്കെങ്കിലുമൊക്കെ ഭരണം കിട്ടും. അതൊന്നുമല്ല വിഷയം. ഈ നാട്ടിലെ സമുദായ സൗഹാർദ്ദം തകർത്ത് കളയുന്ന മറ്റുള്ള ഒരു പണിക്ക് CPM-നെ പോലെ ഒരു പാർട്ടി ഇങ്ങനെ മൗനാനുവാദം കൊടുക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ശരി, ശ്രീ M. ജയചന്ദ്രൻ.